നമ്മുടെ റെയിൽവേയിലേക്ക് നടക്കാൻ പോകുന്ന കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള പോസ്റ്റിന്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റ് കാണാൻ സാധിക്കത്തില്ല, പക്ഷേ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒന്നുകൂടെ റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ അത് നമ്മൾ സെക്കൻഡറി ചാനൽ ചെയ്തതാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പറയും. അപ്പോൾ റെയിൽവേയുടെ മുന്നോട്ടേക്ക് വരാൻ പോകുന്ന പരീക്ഷയുടെ കലണ്ടർ, അതായത് ഏതൊക്കെ പരീക്ഷകൾ ഉടനെ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള ടെൻറ്ററ്റീവ് കലണ്ടർ ഇപ്പോൾ റെയിൽവേ നമുക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് മുൻപേ നമുക്കിതിൻ്റെ ചെറിയൊരു സൂചന ലഭിച്ചപ്പോഴായിരുന്നു നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡറി ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിവേ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമ്മുടെ RPFന്റെ SI ആണെങ്കിലും അതുപോലെ ALP ആണെങ്കിലും പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും എല്ലാ പോസ്റ്റുകളുടെയും പരീക്ഷ ഈ വർഷം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പരീക്ഷാ ഡേറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നമ്മുടെ കോൺസ്റ്റബിളിൻ്റെ തസ്തികയുടെ അപ്ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓൾറെഡി, അതായത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് അതർ സോഴ്സിൽ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ സെക്കൻഡറി ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്കിവിടെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, അതായത് RRBൻ്റെ നോട്ടീസ് ഓൺ ടെൻറ്ററ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ നമ്മുടെ ALP ഉണ്ട്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, പിന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്, അങ്ങനെ എല്ലാ പോസ്റ്റിൻ്റെയും എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ സീരിയൽ നമ്പർ 01/2024 ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ 25/11/2024 മുതൽ 29/11/2024 വരെ പരീക്ഷ CBT 1 നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച അവസരമാണ്. പരീക്ഷ ഉടനെ നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ നമ്മുടെ RPFന്റെ, അതായത് സീരിയൽ നമ്പർ 01/2024 RPFന്റെ SI പോസ്റ്റ് ആയിരുന്നു അത്. അതിന്റെ പരീക്ഷ 2/12/2024 മുതൽ 5/12/2024 വരെ നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ 02/2024 ടെക്നീഷ്യൻ പോസ്റ്റിന്റെ 16/12/2024 മുതൽ 26/12/2024 വരെയും, പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആൻഡ് അതർ പോസ്റ്റുകളുടെ 6/12/2024 മുതൽ 13/12/2024 വരെയും നടക്കാൻ പോകുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റബിൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പ്രത്യേകം തോന്നും. കോൺസ്റ്റബിൾ പോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് പ്രത്യേകം തോന്നും. അത് എഴുതി നിങ്ങളോട് വ്യക്തമായിട്ട് പറയാനുള്ള കാരണം, നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റും പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഡേറ്റും കൂടി നോക്കുക. രണ്ടിൻ്റെയും ഡേറ്റ് സിമിലർ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ട്. ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ അതിൽ ഇതുപോലെ തന്നെ ഡേറ്റ് ഉണ്ട്. എല്ലാ പോസ്റ്റും റെയിൽവേ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഏകദേശം എല്ലാ പോസ്റ്റിൻ്റെയും ഡേറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മുടെ കോൺസ്റ്റബിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നമ്മുടെ കോൺസ്റ്റബിളിന്റെ കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റെയിൽവേയുടെ എല്ലാ പരീക്ഷകളും റെയിൽവേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ്. റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വിളിക്കും. RPF ആണെങ്കിലും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും SI ആണെങ്കിലും ALP ആണെങ്കിലും എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വിളിക്കും, എല്ലാ വർഷവും പരീക്ഷ നടത്തും, എല്ലാ വർഷവും ആളെ സെലക്ട് ചെയ്യും. ഈ കാര്യം റെയിൽവേ മുൻപ് അവരുടെ ഒരു അജണ്ടയായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഏറെ സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാ പരീക്ഷകളും നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനിയും നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്, അതായത് ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങാത്ത ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ നമ്മുടെ RPFന്റെ SIന്റെ സ്റ്റാറ്റസ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് സുഹൃത്തുക്കൾ, ഒരു സഹോദരൻ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത വർഷം അവസാനത്തോടു കൂടി ആയിരിക്കും പരീക്ഷ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവത്തില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് അത്യന്താപേക്ഷികം തന്നെയാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. SIയിലൊക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അതിന് സമയമുണ്ട്. അതിന് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ കേരളത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല ക്ലാസ് നമുക്ക് കേരളത്തിലുള്ളത് സൈലത്തിൻ്റെ തന്നെയാണ്. സൈലത്തിൽ ഇപ്പോൾ നമ്മുടെ വിഷ്ണു സാറിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്ന RRB RPFൽ ഇൻസ്പെക്ടർ ആകാൻ സാധിക്കുന്ന ഈ ഒരു ബാച്ച് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് കേരളത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഇതിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് അവിടെ റെക്കോർഡഡ് സെക്ഷൻസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും എല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷ് നോട്ട്സും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്.
നമ്മുടെ RPF SIക്കൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. അതായത് സൈലത്തിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് വരുന്ന നമ്മുടെ പരീക്ഷയും രണ്ടും കൂടി നോക്കുമ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്റ്റാറ്റസ്, അതായത് എക്സാം സ്റ്റാറ്റസ്. അത് നമ്മുടെ എക്സാമിനേഷൻ സിറ്റി, ഡേറ്റ്, അതുപോലെ തന്നെ ട്രാവലിംഗ് അതോറിറ്റി ഫോർ SC ST കാൻഡിഡേറ്റ്സ്, അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നത് 10 ദിവസം. എന്തൊക്കെയാണ് ഇതെന്ന് നമ്മൾ ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് പറയും. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ SSCയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വരുന്നത് കാണുന്നുണ്ടാവും. എവിടെയാണ് എക്സാം, എപ്പോഴാണ് എക്സാം എന്ന് നമ്മൾ കാണും. എന്നിട്ട് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റൂ. അതേ പാറ്റേൺ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ RPF SIൻ്റെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് വന്നു എന്ന് പറഞ്ഞിട്ട്. ഏകദേശം അത് തന്നെ. ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു എക്സാമിൻ്റെ 10 ദിവസങ്ങൾക്ക് മുൻപായിട്ട് എക്സാം എവിടെയാണ് നടക്കുന്നത്, ഏത് സിറ്റിയിലാണ്, ഡേറ്റ് എന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എക്സാമിൻ്റെ 10 ദിവസം മുൻപ്. അതിനുശേഷം 4 ദിവസം മുമ്പ്, പരീക്ഷയ്ക്ക് നമുക്കിവിടെ ഡേറ്റ് മനസ്സിലായല്ലോ, ഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. അതിനുശേഷം നമുക്ക് 4 ദിവസങ്ങൾക്ക് മുൻപായിട്ട് അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി മുന്നോട്ടേക്ക് വരാനായിട്ടിരിക്കുന്നത്. അത് കിട്ടാനായിട്ട് നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മാത്രമല്ല നമ്മുടെ സെക്കൻഡറി ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവിടെയും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്.